ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ മിസ്സാക്കാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് നന്നാവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ സമയത്ത് ബെസ്റ്റാക്കിയിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി, അതുപോലെ തന്നെ നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ രാവിലെ അടിപൊളിയായിട്ട് പോകാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു സെൽഫ് ഗിഫ്റ്റ് പോലെ ഒരു സ്ക്രഞ്ചി ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ ക്ലോക്ക് ക്ലിപ്പ് അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സും പിന്നെ ഈ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രെൻഡിങ് മാലയും അമ്മ തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ രാത്രി ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാൾപേപ്പറും ഇതുപോലെ തന്നെ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല മഴയായിരുന്നു രാവിലെ. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലുള്ള ആചാരം തന്നെ നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളായിട്ട് അത് മുടക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കുളിച്ച് സുന്ദരിയായി വേഗം ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി ചടപടയാൻ വന്നു. അപ്പോൾ ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വേഗം കളർ ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് യൂണിഫോം ഇട്ടിട്ട് ഇനി സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ വേഗം ഒരു ട്രാൻസിഷൻ ഇട്ടിട്ട് യൂണിഫോമിലേക്ക് എത്തി, എന്നിട്ട് വേഗം ഞാൻ സ്കൂളിലേക്ക് പോയി. പിന്നെ ഇതാണ് ഇന്നത്തെ അത്തപ്പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ ഉച്ചവരെ ഉള്ളത് കൊണ്ട് വേഗം പോയിട്ട് വന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ലഞ്ച് അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ വൈകുന്നേരം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. പിന്നെ ഇപ്രാവശ്യം അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്നെ പറഞ്ഞതാണ് അങ്ങനെ കേക്ക് കട്ടിങ് കാര്യമൊന്നും വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഏച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ മുറിച്ചൊക്കെ ചെയ്ത്, അപ്പോൾ പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ കേക്ക് വാങ്ങി വെറുതെ എന്തിനാ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അമ്മ സ്പെഷ്യലായിട്ട് ഒരു ബട്ടർ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ മുറിച്ച് കഴിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങള്. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത കുറേ പേര് എനിക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് വിഷൊക്കെ ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.